വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇതുപോലുള്ള ഒരു ബോട്ടിലാണ് കേട്ടോ. ടൈറ്റ് ആയിട്ട് അടയ്ക്കാൻ പറ്റിയ കണ്ടെയ്നർ തന്നെ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ചപ്പാത്തി മാവാണ്. നിങ്ങൾക്ക് മൈദയോ ഗോതമ്പ് മാവോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഗോതമ്പ് മാവാണ് കേട്ടോ. ഏകദേശം ഇത്രയും ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കരുത്. ഇനി വളരെ കുറച്ച് മാത്രം വെള്ളവും കുറച്ച് നെയ്യുമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ലിഡ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുലുക്കി കൊടുക്കാം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം കുറേ ഒഴിച്ച് നമ്മളിത് മിക്സാക്കി എടുക്കരുത്. അപ്പോൾ നമുക്ക് മാവ് ലൂസായിട്ട് വരും. കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേക്ക് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചപ്പാത്തി മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നമ്മളെ കുഞ്ഞു മക്കൾക്ക് വരെ വളരെ എളുപ്പത്തിൽ ചെയ്ത് നോക്കാൻ പറ്റിയ ഈ ട്രിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കൈ കൊണ്ട് കുഴച്ചതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കൈവേദനയുള്ളവർ, രാവിലെ തിരക്കിട്ട ജോലികൾക്കിടയിൽ ഇതുപോലെ ചപ്പാത്തി മാവ് കുഴയ്ക്കാൻ ടൈം ഇല്ലാത്തവരൊക്കെ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇനി ഞാൻ ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ നല്ല ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ ആയതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ ഇതുപോലെ സൂക്ഷിച്ച് വെക്കാനും പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് കുഴച്ച് നോക്കണേ. ഇനി നമുക്ക് ഒറ്റയടിക്ക് ഒരു 5-6 ചപ്പാത്തിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ഉരുള മാവ് വെച്ച് കൊടുത്ത് അതിന് മുകളിലേക്ക് കുറച്ച് പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഓയിലും ബ്രഷ് ചെയ്ത് നമുക്ക് മുകളിലായിട്ട് ഈ രീതിയിലൊന്ന് വെച്ച് കൊടുക്കാം. നമ്മളുടെ ഈ ലെയർ സെപ്പറേറ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഓയിലും അതുപോലെ തന്നെ പൊടിയും നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഈ രീതിയിലൊന്ന് പരത്തിയെടുക്കാം. ഏകദേശം വലിയ ചപ്പാത്തി ആയിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഒറ്റയടിക്ക് ഒരു 5-6 ചപ്പാത്തിയൊക്കെ നമുക്ക് പരത്തിയെടുക്കാനും അതുപോലെ തന്നെ ചുട്ടെടുക്കാനും ഒക്കെ പറ്റും കേട്ടോ. രാവിലെ നമ്മൾ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് മദ്രസിലേക്കൊക്കെ പറഞ്ഞു വിടുന്ന സമയത്ത് നമുക്ക് ചപ്പാത്തി പരത്തി ചുട്ടെടുക്കാനൊന്നും ടൈം ഉണ്ടാവില്ല. എന്നാൽ ഇങ്ങനെയൊന്ന് നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ജോലികളും തീരും, സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എല്ലാം വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഞാനൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം ചുട്ടെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് എല്ലാ ചപ്പാത്തിയും തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഈ സമയത്ത് ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പെട്ടെന്നൊക്കെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് മാവ് കുഴച്ച് പരത്തി ചുട്ടെടുക്കാനുള്ള സമയമൊന്നും നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നിങ്ങൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും. രാവിലെ നിങ്ങൾക്ക് ഇതിനൊന്നും ടൈമില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചപ്പാത്തി റോൾ ചെയ്തെടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചട്ടിയിൽ 2 പുറം ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലിട്ട് വെക്കുകയാണെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുത്ത് ചൂടാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ. ജോലിക്കൊക്കെ പോകുന്നവർ വീക്കിലി വൺസ് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് രാവിലെ പെട്ടെന്നൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ചപ്പാത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പം ഞാൻ കണ്ടില്ല, എല്ലാ ഭാഗവും ഇതുപോലെ തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഒറ്റയടിക്ക് നമുക്കൊരു 5-6 ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ടും പറ്റും. സമയം ഗ്യാസും ലാഭിക്കാം. ഇപ്പം കണ്ടില്ല, എല്ലാം ഞാൻ ഈ രീതിയിലൊന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മാവ് എത്ര നല്ല സോഫ്റ്റ് ആണെന്ന് നമുക്കിപ്പോൾ ചുട്ടെടുക്കുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരേ ഒരു ചപ്പാത്തി ഞാൻ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഫ്ലഫി ആയിട്ട് നമ്മളുടെ ചപ്പാത്തി ഇവിടെ റെഡിയായി കിട്ടുന്നുണ്ട്. അപ്പോൾ ഓരോന്ന് ചുട്ടെടുക്കുകയാണെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് ചുട്ടെടുക്കാം. അല്ലെങ്കിൽ 5-6 ചപ്പാത്തിയൊക്കെ ഒരുമിച്ച് നമുക്കും ചുട്ടെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെട്ടോ. ഇങ്ങനെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ആയിട്ട് നമുക്ക് ഇരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അടുത്തതായിട്ട് പരത്തി എടുത്തിട്ട് അപ്പം തന്നെ നിങ്ങൾക്ക് ലെയർ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ പോലെ തന്നെ കുറച്ച് എണ്ണയും അതുപോലെ തന്നെ പൊടിയും ബ്രഷ് ചെയ്ത് ഞാൻ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഏകദേശം വലിയ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ചൂടായിട്ടുള്ള ചട്ടിയിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മളുടെ എല്ലാ ലെയറും ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പെട്ടെന്ന് നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് വരും. ഈ രീതിയിൽ നമുക്ക് സമൂസ ഷീറ്റും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ.
അപ്പോൾ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് തൈരാണ്. ഏകദേശം 2 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഞാൻ എടുത്തിട്ടുള്ള ഈ ബൗളിൽ 1 ബൗൾ ഗോതമ്പ് മാവാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് മൈദയും എടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് നമ്മൾ എടുത്ത അതേ ബൗളിൽ തന്നെ 1/4 കപ്പ് റവ, ആവശ്യത്തിന് ഉപ്പ്, 1 ബൗൾ വെള്ളമാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമ്മൾ എടുത്ത ഉടനെ കുറേ വെള്ളം ഒഴിച്ച് മിക്സ് ആക്കി കൊടുക്കരുത്. കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിലാക്കി എടുക്കാവുന്നതാണ്. ഒരുപാട് വെള്ളം കൂടുകയും ചെയ്യരുത്, എന്നാൽ വെള്ളം കുറയുകയും ചെയ്യരുത്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന തൈരും കൂടെ ഇതിലേക്കൊന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലാവുന്നത് വരെ നമുക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് റെഡിയാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളുടെ ബാറ്റർ റെഡിയായി കിട്ടും കേട്ടോ. ഏകദേശം 2 ബൗൾ വെള്ളം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. നിങ്ങൾക്ക് ടൈം ഇല്ല എങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. വളരെ എളുപ്പത്തിൽ എങ്ങനെ കോരി ഒഴിച്ച് നമുക്ക് ഭൂരി ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഭൂരി ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അത് കുഴച്ച് പരത്തിയെടുക്കേണ്ട ബുദ്ധിമുട്ട് കാരണം തന്നെ നമ്മൾ ആരും അതിന് മെനക്കെടാറില്ല. എന്നാൽ ഇതുപോലെ നിങ്ങൾക്ക് കലക്കി ഒഴിച്ചിട്ട് നിമിഷ നേരം കൊണ്ട് തന്നെ ഭൂരി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിലേക്ക് ഇതുപോലുള്ളൊരു ബൗളാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ടിഫിൻ ബോക്സിന് മൂടി ഉണ്ടെങ്കിൽ അതും എടുക്കാം. നല്ലൊരു റൗണ്ട് ഷേപ്പ് നമുക്ക് കിട്ടണം എന്ന് മാത്രം. നന്നായിട്ട് ആ പാത്രം ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ നമ്മളുടെ ഭൂരി ഇവിടെ നന്നായിട്ട് റെഡിയായി കിട്ടുന്നതാണ്. ഈ ബൗളില്ലാതെ നമ്മൾ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ ഒരു ഈവനിങ് സ്നാക്സിൻ്റെ രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. എന്നാൽ ഈ രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഫ്ലഫി ആയിട്ടും നല്ല റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഭൂരി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചൂടെണ്ണയാണ്. അതിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മളെ കയ്യിലൊന്നും ചൂട് ആവാതെയും എണ്ണ തെറിക്കാതെയും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഒരു തുണിക്ക് പകരമായിട്ട് പ്ലക്കർ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. വളരെ എളുപ്പത്തിൽ എത്ര കിലോ തേങ്ങ ഉണ്ടെങ്കിൽ നിമിഷ നേരം കൊണ്ട് ചിരവയില്ലാതെ കൈ വേദനിക്കാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ചിരവിയെടുക്കാം എന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇപ്പോൾ ഒരു തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര തേങ്ങ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ തേങ്ങ ഒരു 10-15 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഞാൻ ഫ്രീസറിലേക്കൊന്ന് എടുത്ത് ഒരു 2-3 മണിക്കൂർ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളത്തിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് എടുത്ത് വെച്ചത്. അപ്പോൾ ഫ്രിഡ്ജ് ഇല്ലാത്തവർക്കും ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഫ്രീസറിൽ വെക്കുന്നതിന് പകരമായിട്ട് കുറച്ച് അധിക സമയം തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാലും തേങ്ങ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം ഞാൻ ഫ്രീസറിൽ നിന്ന് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇഡലി തട്ടിൽ ആവി കയറ്റിയിട്ടും അല്ലെങ്കിൽ കുറച്ച് സമയം നമ്മൾ ഗ്യാസ് ഫ്ലെയിമിൽ കാണിച്ചിട്ടാണെങ്കിലും ചിരട്ടയിൽ നിന്ന് തേങ്ങ നല്ല പെർഫെക്റ്റ് ആയിട്ട് വിടുവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഞാനിപ്പോൾ ഒരു ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് കാണിച്ചു എന്ന് മാത്രം. നിങ്ങൾക്ക് ഏതാണോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫ്രീസറിൽ നിന്നും എടുത്ത് വെച്ച തേങ്ങ കത്തി ഉപയോഗിച്ച് ഇതുപോലെ എല്ലാ ഭാഗത്തും ജസ്റ്റ് ഒന്ന് വിടുവിച്ച് കൊടുക്കാം. പെട്ടെന്ന് നമുക്കിത് ചിരട്ടയിൽ നിന്നും വരും കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് റൗണ്ട് ഷേപ്പിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് എടുക്കുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് അത് ചിരട്ടയിൽ നിന്നും വന്ന് കിട്ടും. ഗ്യാസ് ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ചിരട്ട ചൂടാക്കി എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ തേങ്ങയുടെ ടേസ്റ്റിലൊക്കെ വ്യത്യാസം വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നല്ല ഫ്രഷ് ആയിട്ട് നമ്മൾ തേങ്ങ എങ്ങനെയാണോ ചിരവി എടുക്കുന്നത് ആ രീതിയിൽ തന്നെ നമുക്കായി കിട്ടുന്നതാണ്. ഇപ്പോൾ കണ്ടില്ലേ, ചിരട്ടയിൽ നിന്നും ആ തേങ്ങ ഒന്ന് വിടുവിച്ച് വരാനായിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വലിച്ചെടുത്താൽ മാത്രം മതിയാവും. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തേങ്ങ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു ബ്രൗൺ പോർഷൻ നമുക്ക് കളയണം. അത് കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ചില ഡിഷിനൊക്കെ നല്ല വൈറ്റ് കളറുള്ള തേങ്ങ ആയിരിക്കും ആവശ്യമായിട്ട് വരുന്നത്. അങ്ങനെയുള്ള സമയങ്ങൾ നമുക്ക് ഈ ബ്രൗൺ പോർഷൻ ഒഴിവാക്കിയിട്ടൊന്ന് എടുക്കാവുന്നതാണ്. കഴിവതും ഈ ബ്രൗൺ പോർഷൻ കളയാതിരിക്കുകയായിരിക്കും നല്ലത്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടത്. അപ്പം ഞാൻ മറ്റേ മുറി തേങ്ങയും ഒന്ന് വിടുവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടിൻ്റെയും ബ്രൗൺ പോർഷൻ നമുക്കൊന്ന് കളഞ്ഞെടുക്കാം. ഇനി നമ്മളിത് ചിരവിയെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മിക്സി ജാറിലാണ് കേട്ടോ. ഇതുപോലുള്ള മിക്സി ജാറിൽ ചെറിയ മിക്സി ജാർ ഉണ്ടെങ്കിൽ അത് എടുക്കുകയായിരിക്കും നല്ലത്. അന്നേരം കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്കിത് പ്രോസസ്സ് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. എന്നാൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒട്ടും സമയം വേസ്റ്റ് ആവാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചിരവിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. നമ്മൾ ചിരവിയിൽ എങ്ങനെയാണോ ചിരവിയെടുക്കുന്നത് ആ രീതിയിൽ തന്നെ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ രീതിയിൽ കുഞ്ഞ് മിക്സി ജാർ എടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. വലിയതൊക്കെ ആണെങ്കിൽ കുറച്ച് അധികം ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ വലുതിലെടുക്കുക. കുറച്ച് ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുഞ്ഞ് ജാർ ആയിരിക്കും വളരെ നല്ലത്.
നല്ലത്. ഒരു വർഷം വരെ തേങ്ങ എങ്ങനെ കേടുകൂടാതിരിക്കാമെന്നുള്ള കുറേയധികം ടിപ്സ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതായിരിക്കും. കുറച്ച് അധികം തേങ്ങയൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ വെറുതെ അത് അങ്ങനെ വെച്ചിരിക്കുകയാണെങ്കിൽ അത് കേടായി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്നാൽ ഞാൻ ആ വീഡിയോയിൽ കാണിച്ചതുപോലെയൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം വരെയൊക്കെ കേടാവാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലിട്ട് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഫ്രീസറിൽ വെക്കുന്ന സമയത്ത് ഒരു മണിക്കൂർ ഫ്രീസറിൽ വെച്ച് എടുത്ത് ജസ്റ്റ് ഒന്ന് നമ്മൾ ഒരു സ്പൂൺ വെച്ച് ഇളക്കിയെടുത്തതിന് ശേഷം വീണ്ടും വെച്ച് കൊടുക്കുക. അപ്പോൾ കട്ട കെട്ടാതെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ഉണങ്ങിയ പൂക്കളാണ്. ഏത് പൂക്കൾ വേണമെങ്കിലും എടുക്കാം. മുല്ലപ്പൂ, പന്നീർ റോസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നല്ല സ്മെല്ല് ഉണ്ടാവും. ഇനി ഞാൻ ഇതിലേക്ക് 2 ഗ്രാമ്പൂ, 2 ഏലക്ക, ഒരു ബേ ലീഫും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കുന്തിരിക്കം കൂടെ ഞാൻ പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ട് മിക്സി ജാറിലിട്ടിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് 2-3 കർപ്പൂരാണ്. നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് കയ്യിൽ ഉരുട്ടിയെടുക്കാനുള്ള പാകത്തിലൊന്ന് കുഴച്ചെടുക്കാം. വെള്ളമൊന്നും നമ്മളിതിൽ ആഡ് ചെയ്യരുത്, ഓയിലും ആഡ് ചെയ്യരുത്, നെയ്യ് തന്നെ പ്രത്യേകം എടുക്കുക കേട്ടോ. ഇനി ഞാനൊരു ഷേപ്പ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു സ്പൂണിലാണ് എടുത്തിട്ടുള്ളത്. അന്നേരം നമുക്കിത് ഡ്രൈ ആയിട്ടൊന്ന് ആക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് വളരെ കുറച്ച് മാത്രമാണ് ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. ഉണങ്ങിയ പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്നതല്ലേ. അപ്പോൾ കുറച്ച് സമയം ഒന്ന് വെയിലിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഒരു മൺചിര അതിലേക്ക് വെച്ച് കൊടുത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ മിക്സും വെച്ച് അതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു കർപ്പൂരം വെച്ച് കൊടുത്തൊന്ന് കത്തിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ സന്ധ്യാസമയത്തൊക്കെ ഒന്ന് കത്തിച്ച് വെക്കുകയാണെങ്കിൽ വീടിൽ നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ നല്ലൊരു പോസിറ്റിവിറ്റിയും. അപ്പോൾ ഇതിൻ്റെ സ്മെല്ലിന് പിന്നെ പാറ്റ, പല്ലി, എലിയൊന്നും ആ പരിസരത്തേക്ക് തന്നെ വരില്ല കേട്ടോ. മാത്രമല്ല സന്ധ്യാസമയത്ത് ഇപ്പോഴൊക്കെ നല്ല കൊച്ചീച്ചയും കൊതുകും ഒക്കെ കാണാറുണ്ട്. അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.